കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവത്തെ പറ്റി ഫാദർ ജോസ് പുതുക്കയിൽ നാർക്കോ പരിശോധനയ്ക്കിടെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. തന്റെ നിയന്ത്രണത്തിലുള്ള പ്രസിലെ ജീവനക്കാരിയായിരുന്നു സ്റ്റെഫിയുമായി ക്രിയാത്മക ബന്ധമായിരുന്നുവെന്നാണ് പുതുക്കയിൽ ആദ്യം പറഞ്ഞത്. എന്നാൽ പിന്നീട് സ്റ്റെഫിയുമായി ആത്മബന്ധമുണ്ടായിരുന്നുവെന്നും അവരുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടുണ്ടെന്നും പുതുക്കയിൽ സമ്മതിക്കുന്നു. Usually there is possibility for any kind of affinity or any kind of expression. അഭയയുടെ കൊല നടന്ന ദിവസം പുലർച്ചെ പയസന്ത് കോൺവെന്റിലെത്തി. കോൺവെന്റിന്റെ പുറകുവശത്തെ വാതിലിലൂടെയാണ് അകത്ത് കടന്നത്. അന്ന് അഭയ കൊല്ലപ്പെടുകയായിരുന്നുവെന്ന് പുതുക്കയിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. കൊലപാതകത്തിൽ തനിക്കും തോമസ് എം കോട്ടൂരിനും സിസ്റ്റർ സ്റ്റെഫിക്കും പങ്കുണ്ടെന്ന് പുതുക്കയിൽ സമ്മതിക്കുന്നു. You have gone on to the hill. Who must have gone to the hill? The father's sisters involvement in this case. Who are the fathers who are involved in the case? Name of two fathers. Who are the two fathers? Parents photo. Father's name was Leslie and Thomas Photo. Sister name? അഭയെ എന്തു സാധനം കൊണ്ടാണ് അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ കോടാലി, കൂടം, ചുറ്റിക എന്നീ വാക്കുകളാണ് പുതുക്കയിൽ ഉപയോഗിക്കുന്നത്. What is the instrument that was used to beat her? ഏത് സാധനം കൊണ്ടാ അവരെ തട്ടിയത്? അടിയേറ്റപ്പോൾ തന്നെ അഭയ മരിച്ചു. തുടർന്ന് 2-3 പേർ ചേർന്ന് അഭയെ കിണറ്റിലിട്ടു. അതിനുശേഷം കോമ്പൗണ്ട് ചാടി പുറത്തു കടന്നു. കുത്തി കൊണ്ട് അഭയാനെ തട്ടിയപ്പോ അവള് അൺകോൺഷ്യസ് ആയോ? അപ്പൊ തന്നെ അൺകോൺഷ്യസ് അല്ല പെട്ടെന്ന് മറിച്ചോ? അഭയ ഏതെങ്കിലും ഒരു അഭയ സിസ്റ്ററ് കിണറ്റിനുള്ളിലിട്ടതല്ല ആറാണ്. കിണറ്റിനുള്ളിൽ തല്ലിയല്ലോ അത് ആരാ? അഭയ സിസ്റ്റർ. എത്ര ആൾക്കാർ കൊണ്ടുപോയി കിണറ്റിൽ വെച്ചതാ? അതിനുള്ളിലെ കാര്യമല്ല. പിന്നെ ഈ ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ പുറത്ത് എങ്ങനെ പോയി കോൺവെന്റിൽ നിന്ന് പിന്നെ പുറത്ത് പോയി അങ്ങനെ കമ്പനി ചാടി പോയല്ലേ? പോയി. അഭയ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പ്രാധാന്യം നൽകരുതെന്ന് ബിഷപ്പ് ചില മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുമായി ബിഷപ്പ് സംസാരിച്ചിട്ടുണ്ടാകാമെങ്കിലും സ്വാധീനിച്ചതായി കഴിയുന്നില്ലെന്ന് പുതുക്കയിൽ പറയുന്നുണ്ട്. സിഡിയിൽ അനവധി കട്ടുകളും ചിലയിടങ്ങളിൽ ഡിസോൾവുകളും ദൃശ്യമാണ്. ഇന്ത്യ വിഷൻ, കൊച്ചി. സംഭവ ദിവസം പുരോഹിതർക്ക് പയസ്റ്റൻ കോൺവെന്റിന്റെ വാതിൽ തുറന്നു കൊടുത്തത് താനായിരുന്നുവെന്ന് സിസ്റ്റർ സ്റ്റെഫി നാർക്കോ പരിശോധനയ്ക്കിടെ വ്യക്തമാക്കുന്നു. പുരോഹിതരെ പലപ്പോഴും താൻ ഫോണിൽ വിളിക്കാറുണ്ടായിരുന്ന കാര്യവും അവർ സമ്മതിക്കുന്നു. പുരോഹിതരോടൊപ്പം നിൽക്കുമ്പോൾ സിസ്റ്റർ അഭയ തന്നെ കണ്ടിരുന്നതായാണ് സിസ്റ്റർ സ്റ്റെഫി പറയുന്നത്. തോമസ് എം കോട്ടൂരും സമാനമായ മൊഴിയാണ് നാർക്കോ പരിശോധനയ്ക്കിടെ നൽകിയത്. അഭയ കേസിലെ പ്രതികളുടെ നാർക്കോ പരിശോധനാ ദൃശ്യങ്ങളിൽ അവർ പറയുന്ന മൊഴികൾ പരസ്പരം ചേർത്ത് വെക്കാവുന്നവയാണ്. അഭയയുടെ കൊലപാതകം സംബന്ധിച്ച ഒട്ടുമിക്ക വിശദാംശങ്ങളും രണ്ടാം പ്രതി ജോസ് പുതുക്കലിന്റെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ്. സംഭവ ദിവസം വൈദികർക്ക് പയസന്ത് കോൺവെന്റിന്റെ അടുക്കളയുടെ വാതിൽ തുറന്നു കൊടുത്തത് താനായിരുന്നുവെന്ന് സിസ്റ്റർ. സാധാരണഗതിയിൽ ആണുങ്ങൾക്ക് ചാടിക്കടക്കാവുന്ന മതിലാണ് കോൺവെന്റിന്റേത് ചോദ്യങ്ങളിലൂടെ സമ്മതമായത്. വേറെ പറഞ്ഞു തരാം. മാറി പറഞ്ഞിട്ട് ആരാ എന്നത്? കേസിൽ രണ്ടു വൈദികരെയും പലപ്പോഴും ഫോൺ വിളിക്കാറുണ്ടായിരുന്നുവെന്ന് സിസ്റ്റർ സ്റ്റെഫി സമ്മതിക്കുന്നു. താൻ വിളിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അവർ ഫോൺ തരാറുള്ളതെന്നും സ്റ്റെഫി പറയുന്നുണ്ട്. അഭയെ ഒരു കൊച്ചു സിസ്റ്ററെന്നാണ് സ്റ്റെഫി വിശേഷിപ്പിക്കുന്നത്. അഭയുമായി 1.5 വർഷത്തെ പരിചയം സിസ്റ്റർ സ്റ്റെഫിക്കുണ്ട്. പ്രത്യേകതകളോ ഏതെങ്കിലും അസാധാരണ സ്വഭാവമോ അഭയ്ക്ക് ഉണ്ടായതായി തനിക്ക് അറിയില്ല എന്നും
സിസ്റ്റർ സ്റ്റെഫി വ്യക്തമാക്കണം. സംഭവ ദിവസം വൈദികർക്കൊപ്പം നിൽക്കുമ്പോൾ അഭയെ കണ്ടതായി സ്റ്റെഫി പറയുന്നുണ്ട്. കോടാലി ഉപയോഗിച്ച് തലയുടെ പിന്നിൽ അടിത്തളത്താണ് സിസ്റ്റർ സ്റ്റെഫി വ്യക്തമാക്കുന്നത്. അപ്പയെ സിസ്റ്റർ താമസക്കുട്ടിയോട് ഇല്ലപ്പോ കണ്ടതാ? ഇല്ല, താമസക്കുട്ടിയോട് സംസാരിക്കുന്നപ്പോ നിങ്ങൾ എന്താണ് ഉണ്ടായിരുന്ന സമയത്ത് അപ്പയെ സിസ്റ്റർ നിങ്ങളെ കണ്ടോ? ഞാൻ അപ്പയെ അടുത്തതാണ് തട്ടിയതാരാ? നിങ്ങളെ ഫാദറാ? അപ്പയെ തട്ടിയത് നിങ്ങളാണോ അല്ല ഫാദർ താമസക്കുട്ടിയോടാണോ? ഞാൻ ആരെ തട്ടി? ഞാൻ എന്തിനെ തട്ടിയവരെ? രണ്ടു വൈദികരുമായും സ്നേഹബന്ധമുണ്ടായിരുന്നുവെന്ന് സിസ്റ്റർ സ്റ്റെഫി സമ്മതിക്കുന്നു. സംഭവത്തെക്കുറിച്ച് സ്റ്റെഫിയും കൂത്രികയിലും പറഞ്ഞത് തന്നെയാണ് ഫാദർ തോമസ് എം കോട്ടൂരും ആവർത്തിക്കുന്നത്. അധ്യാപകൻ എന്ന നിലയിൽ തന്നെ കോട്ടയത്ത് ചിരപരിചിതനാണെന്ന് ഫാദർ തോമസ് എം കോട്ടൂർ പറയുന്നുണ്ട്. പയസെന്റ് കോൺവെന്റിൽ പോകുന്ന കാര്യവും സിസ്റ്റർ സ്റ്റെഫിയെ കാണാറുള്ള കാര്യവും തോമസ് എം കോട്ടൂരും വിശദീകരിക്കുന്നു. ഇന്ത്യ അക്ഷൻ, കൊച്ചി. സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടതായിരുന്നുവെന്ന് നിസ്സംശയം തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് അഭയ കേസിൽ നിന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. കേസിലെ നാർക്കോ പരിശോധനയുടെ CD കോടതിയിൽ പ്രതികൾക്ക് കൈമാറിയതിന് തൊട്ടു പിന്നാലെയാണ് CD പുറത്തു വന്നിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിജയകുമാർ മേനോട്. വിജയകുമാർ, അഭയ എന്ന കന്യാസ്ത്രീയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 17 വർഷമായി പുറത്തുകേട്ട റിപ്പോർട്ടുകൾക്കും അഭ്യൂഹങ്ങൾക്കും സംശയങ്ങളും ഇതെല്ലാം പൂർണ്ണമായും ശരിവെക്കുന്ന തെളിവുകൾ സോളിഡായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അത് പ്രതികൾ ശരിവെച്ചിരിക്കുന്നു എന്ന് വേണോ കരുതാൻ? കഴിഞ്ഞ കുറെ നാളുകളായി അഭയ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലും മറ്റ് കേന്ദ്രങ്ങളിലും CBI നൽകിയ റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതാണ് അഭയ കേസിലെ പ്രതികളുടെ നാർക്കോ പരിശോധന ദൃശ്യങ്ങളിൽ അവർ നൽകിയിരിക്കുന്ന മൊഴികൾ. ഇതിന്റെ വിശദാംശങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. ഈ മൊഴി പകർപ്പുകൾ അത് കോടതിയിൽ സമർപ്പിച്ചിരുന്നതാണ്. ആ സമയത്ത് ആ മൊഴി പകർപ്പുകൾ പുറത്തു വന്നിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ മാത്രം പുറത്തു വരുന്നു എന്ന പ്രത്യേകതയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അഭയ കൊല്ലപ്പെട്ടത് അഭയുടെ തലയ്ക്ക് അടി കിട്ടിയതിനു ശേഷമായിരുന്നു. അങ്ങനെയാണ് അഭയെ കൊല്ലപ്പെടുന്നത്. ഈ 3 പ്രതികൾക്കും അതിലുള്ള പങ്ക് അവർ തന്നെ വ്യക്തമാക്കുന്നു. ശാസ്ത്രീയ പരിശോധന അവർ സമ്മതിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കോടതിയിൽ മാസങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ചതാണ്. പിന്നാണ് പ്രതിഭാഗം അഭിഭാഷകർക്കും പ്രതിഭാഗത്തിനും അത് പരിശോധനയ്ക്കായി കോടതി നൽകിയത്. കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. വിചാരണയോ ബാധിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നമോ ഇത് പുറത്തുവിടുന്നതിലൂടെ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അഭയ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ നാളുകളായി CBI പറയുന്ന വിവരങ്ങൾ അത് നാർക്കോ പരിശോധനാ ദൃശ്യങ്ങൾ കണ്ടതിലൂടെയും അത് വിശകലനം ചെയ്തതിലൂടെയുമാണെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും ഈ ഫീലുകളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. എന്തായാലും ഇത് കോടതിയിൽ ഒരു തെളിവായി ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല, തെളിവായി നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് CBI ഇതിനോടകം തന്നെ വിചാരണ കോടതിയെയും ഹൈക്കോടതിയെയും അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ, കൊച്ചിയിൽ നിന്ന്. അഭയ കേസിലെ നാർക്കോ പരിശോധന CD സംപ്രേഷണം ചെയ്തതിലൂടെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് മാധ്യമങ്ങൾ നടത്തിയതെന്ന് കോട്ടയം